മാഫി ഫിലോസ് മാഫി മുഷ്കിൽ. ബിജു മേനോൻ, കൃഷ്ണശങ്കർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി VK പ്രകാശ് ഒരുക്കിയ ചിത്രമാണ് മരുഭൂമിയിലെ ആന. Welcome to Qatar, my friend. If I call my boss, you will have a lot of trouble. സംസ്കൃതി ഷേണായിയാണ് ഈ ചിത്രത്തിലെ നായിക. ഒരു അറബിയുടെ വേഷത്തിലാണ് ബിജു മേനോൻ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ സാധനത്തിനെ കൊണ്ടുവരാനാണോ നീ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ പോയത്? കൃഷ്ണശങ്കർ അവതരിപ്പിക്കുന്ന തൊഴിൽരഹിതനായ ഒരു സാധാരണക്കാരനായ സുഗു എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു അറബി കടന്നു വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥ എന്ന് പറയുന്നത്. No, I am not mama. Only girl. Get out. Bring girl. What's your name? മലർ. മാഫി ഫിലോസ് മാഫി മുഷ്കിൽ. ബിജു മേനോൻ ചെയ്യുന്ന ഈ അറബി വേഷത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു മലയാളിയാണെന്നാണ്. കേരളവുമായിട്ട് അദ്ദേഹത്തിന് ഒരു കണക്ഷനുണ്ട്. വളരെ രസകരമായി ഒരുപാട് ചിരിമുഹൂർത്തങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആണ് കഥ മുന്നോട്ട് പോകുന്നത്. Very nice. ഈ നാട്ടിലെ ഏറ്റവും വലിയ അൽഫൻ. What? അൽഫൻ. ബാലു വർഗീസ്, ഹരീഷ്, സാജു നവോദയ ഇവർ മൂന്നുപേരുമാണ് ചിത്രത്തിലെ ഹാസ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം ബിജു മേനോന്റെ തമാശകളും കൂടി വരുമ്പോൾ ചിത്രം കൂടുതൽ രസകരമാകുന്നു. സുരേഷ്, നല്ല അൽത്തല്ലുണ്ടെങ്കിൽ വാടാ. നായക പ്രാധാന്യമുള്ളൊരു വേഷത്തെയാണ് കൃഷ്ണശങ്കർ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശങ്കില ചോരയ നീ എന്നുമുണ്ടെങ്കിൽ എന്തിനും പോന്നവനാകും ഞാൻ. പന്തുരുളും പോലെ കാലങ്ങൾ നീങ്ങുമ്പോൾ ചന്തവും പോകും തൊലി ചുളുങ്ങും. അന്തിക്കും മായാത്ത സൂര്യനായി അപ്പോഴും സ്നേഹം തിളങ്ങിടും. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത, നമുക്ക് ചിരിച്ച് കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ സിനിമയാണ് മരുഭൂമിയിലെ ആന. നമ്മൾ റോമൻസ്, മധുരനാരങ്ങ അങ്ങനെയൊക്കെയുള്ള ബിജു മേനോന്റെ ആ ഒരു ശ്രേണിയിൽ വരുന്ന അത്തരം തമാശ പടങ്ങളുടെ ഒക്കെ ശ്രേണിയിൽ വരുന്ന ഒരു പടമായിട്ട് മരുഭൂമിയിലെ ആനയെ നമുക്ക് കാണാവുന്നതാണ്. മാഫി ഫിലോസ് മാഫി മുഷ്കിൽ.